തിരുവനന്തപുരത്ത് പാലോടും സമാനമായ രീതിയിൽ സംഭവം വലിയ ചർച്ചയായി. ചീഫ് ഓഫീസിലെ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചില്ലെന്ന് കണ്ടെത്തിയതോടെ പാലോട്ടെ ഡ്രൈവർ ജയപ്രകാശ് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. റിനു സീത ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഗുഡ് മോർണിംഗ്. ബ്രത്തൽ ലേസർ വില്ലനായ കഥ കാസർഗോഡും കോഴിക്കോടുമല്ല, അത് തിരുവനന്തപുരത്തും ഉണ്ടായി. ഇന്നലെ പാവപ്പെട്ട നമ്മളുടെ ജയപ്രകാശിനും ഇതേപോലെ അനുഭവം ഉണ്ടായി. ഒടുവിൽ കാര്യങ്ങളൊക്കെ ഇപ്പം ക്ലൈമാക്സ് ശുഭകരമായി തീർന്നു. ജോലിയിൽ നിന്ന് പ്രവേശിച്ചോ നമ്മുടെ ഡ്രൈവർ ജയപ്രകാശ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ജയപ്രകാശ് രാവിലെ 6 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ പാലോട്ടെ KSRTC ഡിപ്പോയിൽ എത്തി ഡ്യൂട്ടിക്ക് പ്രവേശിച്ചു. ബസ്സുമായി ഇപ്പോൾ സർവീസിലാണ് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നമുക്കറിയാം, ഇന്നലെ രാവിലെ ഇതേ സമയത്താണ് അദ്ദേഹം ഡ്യൂട്ടിയിൽ എത്തുന്നതും തുടർന്ന് ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തുന്നത്. ഈ ജയപ്രകാശിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ നാട്ടുകാരോടൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ ഇന്ന് വരെ അദ്ദേഹം മദ്യപിച്ച് കണ്ടതായി ആരും തന്നെ പറയുന്നില്ല. അത് ഈ പരിശോധന നടത്തിയ സ്റ്റേഷൻ മാസ്റ്റർ പോലും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമതൊരു തവണ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു അനുമതി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് ഇദ്ദേഹം കുടുംബവുമായി, അതായത് 2 മക്കളടങ്ങുന്ന ഭാര്യ അടങ്ങുന്ന കുടുംബവുമായി ഈ സ്റ്റേഷനിലെത്തി കിടന്നു പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം. എന്നിട്ട് പോലും പരിശോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒടുവിൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ചീഫ് ഓഫീസിലേക്ക് വിളിക്കുന്നു. പോകാൻ തയ്യാറെടുക്കുമ്പോൾ ചെല്ലണ്ടെന്ന് പറയുന്നു. വീണ്ടും വാർത്ത വരുന്നു. വാർത്തയെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തെ ചീഫ് ഓഫീസിലേക്ക് ATO തന്നെ നേരിട്ടെത്തി കൊണ്ടുപോയാണ് പരിശോധന. മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുന്നു. അതിൽ നാണക്കേട് ഭയന്ന് മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിനെ ഒരു കൊലപാതക കേസിലെ പ്രതിയെ പോലെ 2 വശത്തും ഉദ്യോഗസ്ഥരിൽ നിന്ന് വാഹനത്തിനുള്ളിലേക്ക് കയറ്റി വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തിനോട് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. പക്ഷേ വലിയ സന്തോഷം അദ്ദേഹം, കാര്യം റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിടുന്നു, അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്നു, അദ്ദേഹത്തിനുമായി പരിശോധനയ്ക്ക് എത്തുന്നു. അതിൽ വലിയ സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. ഇന്നലെ വിളിച്ച് വലിയ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ജയപ്രകാശിനെ വിളിച്ചപ്പോൾ ജയപ്രകാശ് വളയം ഓടിച്ചോണ്ടിരിക്കുക വണ്ടി. അപ്പോൾ ജയപ്രകാശ് വണ്ടി നിർത്തിയിട്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും മാതൃകാപരമായ ഒരു പെരുമാറ്റമാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മൊബൈൽ ഫോൺ വിളിക്കാൻ തയ്യാറായില്ല എന്നുള്ളതും. അപ്പോൾ ജയപ്രകാശ് കാര്യങ്ങളൊക്കെ ഉഷാറായി മുന്നോട്ട് പോവുക. റിനു, യഥാർത്ഥത്തിൽ ഈ ബ്രത്ത് അനലൈസർ വലിയ കുഴപ്പമാണ് മൊത്തത്തിലല്ലേ? ഈ പാലോട് കുഴപ്പമുണ്ടാക്കി, കോഴിക്കോട് കുഴപ്പമുണ്ടാക്കി, ഈ പറയുന്ന കാസർഗോഡ് കുഴപ്പമുണ്ടാക്കി. ഇച്ചിരി അടിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ച് ഇത് അടിച്ചു എന്നൊക്കെ ഓഫീസർമാർ എഴുതി വയ്ക്കുന്ന സമയത്ത് വല്ലാത്ത പരോക്ഷമായിരിക്കും അല്ലേ? അരുൺകുമാർ, ഈ ബ്രത്ത് അനലൈസർ പ്രശ്നക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ KSRTC ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ബ്രത്ത് അനലൈസർ പ്രശ്നക്കാരനാണ് എന്നുള്ളതാണ്. കാര്യം ഇതിന് മാനദണ്ഡമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പോലീസിനാണെങ്കിൽ ഈ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ലഹരി പരിശോധിക്കുകയാണെങ്കിൽ 33% പോകണം, എങ്കിൽ മാത്രമേ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തൂ, സർട്ടിഫൈ ചെയ്യൂ. പക്ഷേ KSRTCയിൽ 1% കാണിച്ചാലും അത് ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി മാറ്റി നിർത്തുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ സർവീസിൽ മറ്റ് ഡ്രൈവർമാരുണ്ട്. ആ ഡ്രൈവർമാർക്ക് ഒന്നും തന്നെ ഈ പരിശോധന ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രധാനമായും TDF യൂണിയൻ ആരോപിക്കുന്നത് CITU നേതാക്കളെ പരിശോധിക്കുന്നില്ല, എന്തുകൊണ്ട് സ്ത്രീകളെ പരിശോധിക്കുന്നില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നു. ഇവർ പ്രധാനമായും നിയമസഭയിൽ അടക്കം ഈ ഉന്നയിച്ചത്, അതായത് വിൻസെന്റ് MLA TDFിന്റെ നേതാവാണ്, അദ്ദേഹം ഉന്നയിച്ചത് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പരിശോധനയിലെ മാനദണ്ഡങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു പരിസമാപ്തി ഉണ്ടാകും, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് അവർ കൂടി സൂചിപ്പിക്കുന്നത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിനു സീതർ പറഞ്ഞത്. വിൻസെന്റ് MLA പറഞ്ഞതാണ് അതിനകത്തെ കറക്റ്റ്. താങ്ക് യു റിനു, താങ്ക് യു അർച്ചന. കാസർഗോഡ് നിന്ന് അർച്ചനയും തിരുവനന്തപുരത്ത് നിന്ന് റിനു സീതറുമാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ പ്രശ്നം KSRTC ഉപയോഗിക്കുന്ന ബ്രത്ത് അനലൈസറിലെ മാനദണ്ഡത്തിൻ്റെതാണ്. 1% താഴെയാണെങ്കിൽ നിങ്ങളിത് ഈ മദ്യപിച്ചതായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, ഹോമിയോ കഴിച്ചിട്ട് വന്നാൽ, കഫ് സിറപ്പ് കുടിച്ചിട്ട് വന്നാൽ, എന്തിനേറെ ഈ പറയുന്ന അരിഷ്ടം കുടിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ ഇത് കൂക്കു അടിച്ച് വെറുതെ മനുഷ്യരുടെ മാനം കളയരുത് എന്നുള്ളതാണ് ഈ ഡ്രൈവർമാരും മെക്കാനിക്കുമാരും ഒക്കെ പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ മാനദണ്ഡം പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സംഭവമാണെങ്കിൽ പറയാം, ഇത് പല സംഭവങ്ങൾ ആവർത്തിക്കുന്നു, അത് വാർത്തയായി മാറുന്നു. മാത്രമല്ല, വീട്ടിലൊക്കെ ചെല്ലുന്ന ഈ ഇന്ന് ജോലിക്ക് പോയില്ലേ മനുഷ്യ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും, ഇല്ല ഇന്ന് ജോലിക്ക് കയറ്റിയില്ല. എന്താ കാര്യം? ബ്രത്ത് അനലൈസർ കൂവി. അപ്പോൾ നിങ്ങൾ മദ്യപിക്കുമായിരുന്നു അല്ലേ? കുടുംബ പ്രശ്നം അടക്കം ഉണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് എന്തായാലും KSRTC ഇടപെടും എന്നാണ് നമ്മളുടെ വിശ്വാസം. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായി ഒന്ന് പരിഷ്കരിച്ച് ഈ പറയുന്ന പാവം ഡ്രൈവർമാരെയും മെക്കാനിക്കുമാരെയും കണ്ടക്ടർമാരെയൊക്കെ ഒന്ന് രക്ഷിക്കും.